26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഗുജറാത്തിലും അസമിലും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടങ്ങളും മരണസംഖ്യയും ഉയരുന്നതിനിടെ രാജ്യത്ത് കാലവർഷം കൂടുതൽ ശക്തമാകുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ കിഴക്കൻ മധ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ വീണ്ടും കടക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഗുജറാത്തിലും അസമിലും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടങ്ങളും മരണസംഖ്യയും ഉയർന്നു വരികയാണ് രാജ്യത്ത് കാലവർഷം കൂടുതൽ ശക്തമാകുന്നതിന്റെ അടയാളം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കിഴക്കൻ മധ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ വീണ്ടും കടക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും. ഗുജറാത്തിലും അസമിലും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. അസമിൽ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 61 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 14 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സംസ്ഥാനത്തെ 12 ജില്ലകളിലായി 856 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. അതേസമയം ഗുജറാത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 31 കടന്നു. വൻസാഡ്, നവസാരി തുടങ്ങിയിട്ടുള്ള തെക്കൻ ജില്ലകളിൽ പ്രളയസ്ഥിതി രൂക്ഷമാണ്. സൗരാഷ്ട്രയിൽ മഴയെ തുടർന്ന് 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുംബൈയിലേക്കുള്ള 61 തീവണ്ടി സർവീസുകളാണ് തുടർച്ചയായ 2ാം ദിവസവും റദ്ദാക്കിയത്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമ ബംഗാൾ ഒഡീഷ തീരത്തിന് സമീപവുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. ഡൽഹി NCR മേഖലയിൽ ജൂലൈ 27 മുതൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. ഉത്തർപ്രദേശിലെ നോയിഡ, ലക്നൌ ഉൾപ്പെടെ 28 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന അമർനാഥ് യാത്ര 6 ദിവസത്തിന് ശേഷം ശനിയാഴ്ച പുനരാരംഭിച്ചിരുന്നു. ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് 6000-ലധികം തീർത്ഥാടകരുടെ പുതിയ സംഘം യാത്ര തിരിച്ചിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന, കരസേന, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും ഊർജിതമായി തന്നെ തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.